ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിനകത്ത് പോവാം. ഉം. ആ ജൂലി, എന്നെക്കുറിച്ച് സംസാരിക്കണം. മേഘനൊക്കെ മാരേജ് ചെയ്യണം. ഇപ്പോൾ ഒന്നും സെറ്റാവില്ല. എന്ത് ചെയ്യാൻ അറിയില്ലടി. ശരി ആൻറ്റി, വിഷമിക്കണം ആൻറ്റി. അങ്ങനെ മേഘനക്ക് അങ്ങനെ പെണ്ണ് കാണാൻ വരുന്നു. ജിന്നു. അതെ, മേഘന. ഹായ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് മേഘന. എല്ലാവർക്കും പറഞ്ഞു കേട്ടു. ജിന്നു നോക്കി ഫ്ലാറ്റായി പോയി. വാവ്, ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ പറഞ്ഞുകൊണ്ട് ഷോക്കായി. അതെ, പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു. അതിന് അവൾ പേടിപ്പിച്ചു. നിന്നെ പ്രേതന്ത് വലി കൊടുത്ത നിനക്ക് എത്ര ശമ്പളം ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഫോൺ ഷോപ്പിൽ ജോബ് ചെയ്യുന്നത്. എനിക്ക് എത്ര ശമ്പളം അറിയോ? 1 lakh. അത് മാത്രമല്ല, നിന്നെ ബലി കൊടുത്തും എനിക്ക് മണിയും കിട്ടും എന്ന് പ്രേതത്തിന് കൊടുക്കാൻ ഫുഡായി. അതേത് ചെക്കന് ഓടിപ്പോയി. അത് മാത്രമല്ല, ചെക്കൻ ഹോസ്റ്റലിന് പേടി, സൗണ്ട് അലറാം അത് ഇത് വെച്ചു ചെറുക്കൻ ഓടിപ്പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ട. റൂം കാണുമ്പോൾ പ്രേതം മാതിരി ഉണ്ടായിരുന്നു. അത് കണ്ടവനെ ഇടിച്ച് ഓടിപ്പോയി. എനിക്ക് പെണ്ണ് വേണ്ട പറഞ്ഞ് അവൻ ഓടിപ്പോയി. അത് മേഘൻ്റെ അമ്മ ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി. ഇത് കേട്ട് കുട്ടി വന്നു. അതെ, മേഘന ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമാണ്. വേൾഡ് ഹാൻസം ജിന്നാണ്. ഇതാ ലെറ്റർ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അർജുനക്ക് ഷോക്ക്. അർജുൻ വെളിയിൽ തണ്ണി കുടിക്കാൻ വന്നിരുന്നു. ആ പേപ്പർ എടുത്ത് ഓടി. നിൻ്റെ ആൾക്ക് ഞാൻ ലെറ്റർ കൊടുക്കാന്ന്. ജിന്നു റൂമിലുണ്ടായിരുന്നു. ജിന്നിക്ക് കൊടുത്തു. ലോക്ക് ചെയ്ത് ജിന്നു വായിക്കാൻ തുടങ്ങിയ ലെറ്റർ. ഷോക്കായി പോയി. എല്ലാവർക്കും നോക്കി ഷോക്കായി. ശരി, ഓക്കെ. ജിൻ പുറത്ത് വന്നു. അർജുൻ വന്നു. ഇതാ നിൽക്കു ജിൻ, 1 മിനിറ്റ്, ഇപ്പം വരാമെന്ന്. റോസ് കൊണ്ടു കൊടുത്തു. ഇത് കൊടുത്ത് നീ പ്രൊപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത് പുറത്ത് വന്ന് തല വൈകിട്ടാണ് മേഘനുള്ളത്. അങ്ങനെ ജിൻ പറഞ്ഞു, മേഘന എന്ത് വിൽ മാരി മീ? എന്ത് വിൽ മാരി മീ? വിൽ മാരി മീ ചോദിച്ചു. അത് കണ്ട് മയങ്ങി പോയി. ജിന്നുക്ക് ഷോക്ക്. അങ്ങനെ വെള്ളം എടുത്ത് അവൾ അമ്മ വന്ന് മേഘൻ്റെ അമ്മ വന്ന് ഓർഡർ വെച്ച് അങ്ങനെ പ്രപ്പോസ് നടന്നു. അങ്ങനെ ഇട്ട് മേഘനക്കും ജിന്നിക്ക് മാരേജ് ആയി. ഇവർക്ക് 2 പേർക്ക് മാരേജായി. എന്നെ ഞാൻ മാത്രം, എന്നെ ആര് കല്യാണം നയിക്കൂ എന്ന് വിഷമത്തിലുണ്ടായിരുന്നു. ആരാ അത്? ആരം. ഇവൾക്ക് എപ്പോൾ ഓക്കെ പറയാം, എപ്പോഴും എനിക്ക് ഓക്കെ പറയാം. അങ്ങനെ പറഞ്ഞു. ആറം സാഡായി പോയി. അങ്ങനെ മേഘനും പറയാം ഹാപ്പിയായി. അങ്ങനെ കൊണ്ട് നെക്സ്റ്റ് മാരേജെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും കൊറിയക്ക് പോയി. അതെ, കൊറിയയിൽ മാരേജ് ഫസ്റ്റ് പറഞ്ഞില്ലേ. ഫസ്റ്റ് ഷുഗാൻ്റെ മാരേജ് നന്നായിട്ട് നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഷുഗാൻ്റെ മാരേജ്. നെക്സ്റ്റ് അതെ, ജിന്നിൻ്റെ മാരേജ്. 2 പേരെ മാരേജ് നടന്നു. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ആറും എന്ത് പറ്റി? ഒന്നുമില്ലടാ, അവൾ എനിക്ക് ഓക്കെ പറയുന്നു കാണുന്നില്ല. അവൾക്ക് സംസാരിക്കാൻ ട്രൈ ചെയ്തു. ഒന്നുമില്ല. അർജുൻ പറയാം, ഇല്ലടാ, നിങ്ങൾ പോയിട്ട് കുറച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ പറഞ്ഞു. വിഷമത്തിലുണ്ടായിരുന്നു. ഹലോ, എന്താ ആൻറ്റി, സത്യമാണോ? എല്ലാവരും വാ, നമുക്ക് ഇന്ത്യക്ക് പോവാം. എന്ത്? അതൊരു സർപ്രൈസ്. അങ്ങനെ ഇന്ത്യക്ക് എല്ലാവരും വന്നു. ബോയ്സും വന്നിരുന്നു. എന്തു പറ്റി? പ്രിയ പറഞ്ഞു, അതെ, അവൾക്ക് മാരേജാ. എന്ത്? നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഹീറോയ്ക്ക് മാരേജ് പറഞ്ഞു. അങ്ങനെ മാരേജ് നടക്കാൻ പോയി. അപ്പോൾ എന്ത് സംഭവിച്ച്? ചെക്കന് നല്ല ചെക്കനല്ലായിരുന്നു. അവൻ ഒരു ബേ ബോയ് മാതിരി. ആ മാരേജ് നടക്കാൻ പോകുമ്പോൾ അതെ നിക്കാവ് പറഞ്ഞ അതെ ഏതീത്ത് മാരേജ് നടക്കാൻ പോകുന്നത് പെണ്ണിൻ്റെ അടുത്തോണ്ട് അവിടെ ഇരിപ്പിക്കും. അതെ, ഏതും പറഞ്ഞിരുന്നു. ചെക്കൻ സൈൻ ചെയ്യാൻ പറയും. പേപ്പർ എടുത്തുകൊണ്ട് വരുമ്പോൾ നിപ്പിക്ക് ഈ മാരേജ് ഇത് നടക്കാൻ പാടില്ല. ആ പെണ്ണ് ഓടി വന്നു. അത് മാത്രം ഇവൻ നല്ലവനല്ല, ഇവിടെ മാരേജ് നടക്കാൻ കാര്യമില്ല, എൻ്റെ കുട്ടികളുടെ അച്ഛൻ ഇവിടെയാണ്. അതെ, അങ്ങനെ 3 പെണ്ണുങ്ങൾ വന്ന് വഴിക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ മാരേജ് മുടങ്ങി. അതെ, ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഒരുപാട് വിഷമമായി. എന്ത് ചെയ്യും, എൻ്റെ മോളെ മാരേജ് കേക്ക് സങ്കടത്തിലുണ്ടായിരുന്നു. അപ്പം അർജുൻ പറഞ്ഞു, ഞാനൊരു പ്ലാൻ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് അതെ ആറമ്മനെടുത്തോണ്ട് വന്നു. ആറം, നീ സൈൻ ചെയ്യാൻ പറഞ്ഞു. എന്ത് സൈൻ ചെയ്യണോ? അതെ, നീ സൈൻ ചെയ്യാൻ പറഞ്ഞു. ആറാം എന്തിനാ സൈൻ ചെയ്തതെന്നും അറിയാതെ സൈൻ ചെയ്തു. ആറാമക്ക് എന്ത് നടക്കുന്നത് അറിയില്ലായിരുന്നു. ഒരു പേപ്പർ കൊടുത്ത് ആറാം സൈൻ ചെയ്തു. ഇത് അവൾക്ക് അറിഞ്ഞു. അങ്ങനെ സൈൻ ചെയ്തു. മാരേജ് നടന്നു പറഞ്ഞു. എന്ത് മാരേജ് നടന്നു? ആറാമക്ക് സൈഡായി. ആർക്ക് മാരേജ് നടന്നു?
ആ പെണ്ണും ചെക്കനും ഇങ്ങോട്ട് അങ്ങനെ 6 ഷോക്കായി. എന്ത് എനിക്ക് വേറെ ചെയ്യോ? അങ്ങനെ 6 ഹാപ്പിയായി. അങ്ങനെ കൊണ്ട് ഇതിട്ടു 6 മാല. എന്ത് ഇതെന്ത് മാല കത്ത് കിട്ടും. അങ്ങനെ 6 മാല ഇട്ടും. മാരേജ് നന്നായിട്ട് നടന്നു. 6 പറയാ വാ 6 ഗസ്റ്റ് ഹൗസ് എൻ്റെ ഗസ്റ്റ് ഹൗസ് നിങ്ങളിവിടെ താമസിച്ചും പറഞ്ഞു. ശരി ഓക്കെ 6 പറഞ്ഞു. അങ്ങനെ വെഡിങ് നൈറ്റിൽ പാലെടുത്തോണ്ട് വന്നു. 6 കുറച്ച് ഹാർട്ട് റൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 6 കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വേണ്ട, നമുക്ക് കൊറിയൊക്കെ പോയി പിന്നെ നോക്കുക പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുറച്ച് തേങ്ങി ഉറങ്ങി. രാത്രിയായി, നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ കൊണ്ട് രാത്രി 12 മണിക്ക് തായ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോ എണിച്ച് 6 നോക്കി. 6 നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഉറങ്ങട്ടെ എന്ന് തണ്ണി കുടിക്കാൻ പോയി. അപ്പോൾ ഫോൺ വന്നിരുന്നു. ഫോൺ എടുത്തുകൊണ്ട് കൊച്ചിയിലുണ്ടാവും. ഓ ഇതെൻ്റെ ഫോണല്ലോ, മറന്നുപോയി. ഹലോ അർജുൻ, എന്ത് പറ്റി അർജുൻ ഫോൺ ചെയ്താ? ഒന്നുമില്ലടി, ഞാൻ ചേച്ചമ്മരം വെച്ചായിരുന്നു. ഞാൻ പുറത്ത് നീ ഇറങ്ങുന്ന കണ്ടായിരുന്നു, അങ്ങനെ കോൾ ചെയ്തതാ. എന്ത് പറ്റി അർജുൻ? ഇല്ലടി, ചെറിയൊരു പ്രോബ്ലമായിടി. എന്ത് പറ്റി അർജുൻ? അത് നിങ്ങളെല്ലാവരും എപ്പോൾ കൊറിയൊക്കെ പോവാം? ഇല്ലടാ, അത് നാളെ പോവാൻ പറഞ്ഞുകൊണ്ട് 6 ഉറങ്ങാൻ പറഞ്ഞത്. ശരിടാ, ഇപ്പം എന്ത് പ്രശ്നം? അത് പ്രോബ്ലം പോയി. ബാക്കി ഗേൾസിനടുത്ത് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. എന്ത് പറ്റി? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാം. ആരാ? പേരുടെ ഷോക്കായി പോയി. അവൻ ഇറങ്ങാൻ പോവാ? അതെ, എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഗേൾസ് അവിടെ നിന്ന് നമ്മൾ സെറ്റിലാകാൻ പോവാം. ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവൻ ഇറങ്ങാൻ പോവാം. എൻ്റെ അങ്കിളോട് പറഞ്ഞുകൊണ്ടു. അങ്കിൾ? ഏതങ്കിൾ? ഓ ആ അങ്കിളാണോ? ശരി, ഞങ്ങൾ എവിടെ പോകുന്നു കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞുമില്ല. നമ്മൾ ഇവിടുന്ന് പോവാം. അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്ത് കൊറിയൊക്കെ പോകുമ്പോൾ എല്ലാവരും പ്രൈവറ്റ് ജെറ്റാണ്. അതെ, അതിൽ കയറി എല്ലാവരും. അതെ, അവിടെ ഫ്രണ്ടിന് ഇതാണ്. അതെ, അങ്ങനെ എല്ലാവരും കയറി ഫ്ലൈറ്റിൽ കയറി. എല്ലാവരും കയറിയപ്പോൾ ഷോക്കായി.